നമുക്ക് സന്തോഷകരമായി ജീവിക്കാൻ അനിവാര്യമാണ് പലപ്പോഴും ജോലികൾ. ചെയ്യുന്ന ജോലിയിൽ ഒരു ഉയർച്ച കിട്ടാനും അതുപോലെ ചെയ്യുന്ന മറ്റ് ജീവിത ഏർപ്പാടുകളിൽ മുന്നോട്ട് പോകാനും പൊതുവെ നാം ശ്രദ്ധിച്ചാൽ ഉപകാരമുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു 10-11 കാര്യം സൂചിപ്പിക്കാം. അതിലൊന്ന്, എക്സൽ ഇൻ യുവർ കറന്റ് റോൾ. ഇപ്പോഴുള്ള അവസ്ഥയിൽ, ഇപ്പോഴുള്ള ഉത്തരവാദിത്വത്തിൽ നല്ല നിലവാരം പുലർത്തുക എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക. ഒഴുക്കം മട്ടിൽ പോകുന്നതിന് പകരം ഡെലിവർ കൺസിസ്റ്റന്റ്ലി ഹൈ പെർഫോമൻസ്, നല്ല ഉയർന്ന നിലവാരം എപ്പോഴും സ്ഥിരമായിട്ട് നിലനിർത്തുക. എപ്പോഴും നല്ലൊരു പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല സേവനങ്ങൾ കാഴ്ചവെക്കുകയും നിലവാരം സമയത്തിൽ കൃത്യമായി നമുക്കൊരു എത്ര സമയമാണോ നമ്മുടെ ജോലി സമയം അത് പൂർണ്ണമായി നിലവാരത്തോടെ തന്നെ സമയം ചെലവഴിക്കുക. ചെയ്യുന്ന ജോലിയുടെ സമയത്ത് മറ്റ് ഫോൺ ഉപയോഗം അല്ലെങ്കിൽ മറ്റ് ആശയവിനിമയങ്ങൾ, ജോലിയുടെ ഭാഗമല്ലാത്ത മറ്റ് ഏർപ്പാടുകളൊന്നും ജോലി സമയത്ത് ചെയ്യാതിരിക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട ഏത് ത്യാഗവും ചെയ്യാൻ സദാ സന്നദ്ധനായിരിക്കുക. അങ്ങനെ ഉണ്ടായാൽ എപ്പോഴും നമുക്ക് ഉയർന്ന നിലവാരം പുലർത്താൻ കഴിയും. മറ്റൊന്നാണ്, ഇതിന്റെ ഭാഗമായി നിലവാരം പുലർത്താൻ വേണ്ടി ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ് യുവർ റോൾ. നമ്മുടെ ഉത്തരവാദിത്വം കൃത്യമായി മനസ്സിലാക്കുക. ഫുള്ളി അണ്ടർസ്റ്റാൻഡ് യുവർ ജോബ് ഡെസ്ക്രിപ്ഷൻ. ജോബുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ, എന്തൊക്കെ ചെയ്യാനാണ് എൻ്റെ ഉത്തരവാദിത്വം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നത് വ്യക്തമായി ഉൾക്കൊള്ളുക. പിന്നെ കമ്പനി എക്സ്പെക്ടേഷൻസ്, അവരുടെ പ്രതീക്ഷകൾ, ആൻഡ് ദ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും. ഒരു പ്രധാന പെർഫോമൻസിന്റെ ഭാഗമായി നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകാം. ആ കാര്യങ്ങൾ കൃത്യമായി വെച്ചു പുലർത്തുക. ബി റിലയബിൾ, വിശ്വാസയോഗ്യമായിരിക്കുക. ഷോ അപ്പ് ഓൺ ടൈം, കൃത്യസമയത്ത് നമ്മൾ ഉണ്ടാവുക, അവിടെ നമ്മൾ ഉണ്ട് എന്നത് മറ്റുള്ളവരെ അറിയുക. മീറ്റ് ഡെഡ് ലൈൻസ്, സമയത്തിന്റെ പരിധികൾ പാലിക്കുക. തിരിച്ചു പോകുന്ന സമയം, എത്തുന്ന സമയം, ഇത്തരം സമയത്തിന്റെ ഡെഡ് ലൈനുകൾ പാലിക്കുക. ആൻഡ് ബി someone your team can count on. അതുപോലെ നമ്മളെപ്പോഴും നമ്മുടെ എത്തേണ്ട സമയത്ത് കൃത്യസമയമായി എത്തുക. അതുപോലെ നമ്മൾ എത്തി എന്ന് അറിയേണ്ടവരെ അത് അറിയിക്കുക. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, സെറ്റ് ക്ലിയർ കരിയർ ഗോൾസ്. നമുക്ക് നമ്മുടെ ജോലിയിലെ ലക്ഷ്യം നേരത്തെ സ്ഥാപിക്കുക. ഞാൻ ഇതുകൊണ്ട് എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഡിഫൈൻ യുവർ ഡിസൈർ റോൾ. നിങ്ങൾ ആഗ്രഹിക്കുന്ന റോൾ എന്താണ് എന്ന് നേരത്തെ തന്നെ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടെ തന്നെ വിലയിരുത്തുക. കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ മാനേജർ. അതുപോലെ നമ്മുടെ മേലെ നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കക്ഷി ആരാണോ അവരുമായി കൃത്യമായി ആശയവിനിമയം നടത്തുക. മൂന്നാമത്തെ കാര്യം, ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ്. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക. നെറ്റ്വർക്ക് വിത്തിൻ ദ കമ്പനി. കമ്പനിയുമായി എപ്പോഴും നല്ല ആശയവിനിമയം, നല്ല ബന്ധം ഉണ്ടാവുക. ഈ ബന്ധം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ എപ്പോഴെങ്കിലും ബ്രേക്ക് ആകുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പരിഹരിക്കുക. ബി എ ടീം പ്ലെയർ. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക. സീക്ക് എ മെന്റർ. ഏതെങ്കിലും വിഷയങ്ങളിൽ ഒരു പ്രയാസം തോന്നുമ്പോൾ ഒരു മെന്ററോട് സഹായം തേടുക. 4, ഡെവലപ്പ് ന്യൂ സ്കിൽസ്. പുതിയ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഒരുപാട് സോഫ്റ്റ് സ്കില്ലുകൾ നമ്മൾ ഏത് ജോലിയിലും ആവശ്യമുണ്ടാകും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ തുടങ്ങിയ ഒരുപാട് സ്കില്ലുകൾ ആവശ്യമുണ്ടാകും. ഈ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക. ഐഡന്റിഫൈ സ്കിൽ ഗ്യാപ്സ്. എവിടെയെങ്കിലും സ്കില്ലുകൾ പോയി പോകുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് ആ സ്കില്ല് മനസ്സിലാക്കി അത് ഉഷാറാക്കി എടുക്കുക. ടേക്ക് ട്രെയിനിങ് കോഴ്സസ്. ആവശ്യമാണെങ്കിൽ അതിന്റെ പരിശീലനങ്ങൾ നേടുക. ലേൺ ലീഡർഷിപ്പ് സ്കിൽസ്. പ്രധാനമായും ലീഡർഷിപ്പ് സ്കിൽ എപ്പോഴും ഒരു ജോബുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകേണ്ടതാണ്. ഇത് നാം ഉണ്ടാക്കിയെടുക്കുകയും കുഴപ്പമുള്ള സ്ഥലങ്ങളിൽ അത് വിപുലമാക്കി എടുക്കുക. മറ്റുള്ളവരുമായി എവിടെയെങ്കിലും തർക്കം ഉണ്ടാകുമ്പോൾ തർക്കം പരിഹരിക്കുക. അതുപോലെ തീരുമാനം എടുക്കേണ്ടടുത്ത് തീരുമാനം എടുക്കാൻ,
അങ്ങനെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാം. 5, ഡെമോൺസ്ട്രേറ്റ് ഇനീഷ്യേറ്റീവ്. എപ്പോഴും നമ്മുടെ വിഹിതം, നമ്മുടെ കൃത്യമായ ഉത്തരവാദിത്വം അത് നമ്മൾ ചെയ്ത് കാണിക്കുക, ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ടേക്ക് ഓൺ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ്. ആവശ്യമായ ഉത്തരവാദിത്വം എപ്പോഴും നാം ഏറ്റെടുക്കുക. പ്രപ്പോസ് ഇംപ്രൂവ്മെന്റ്സ്, സോൾവ് പ്രോബ്ലംസ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുക. അതുപോലെ പുരോഗതി എപ്പോഴും ലക്ഷ്യം വെക്കുക. അങ്ങനെ നിലവിലുള്ള ഒരേ ലൈനിൽ പോകുന്നതിന് പകരം ഒരു പുരോഗതി എപ്പോഴും കാഴ്ചവെക്കുകയും അത് പ്രതീക്ഷിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. 6, സ്ലോ ലീഡർഷിപ്പ് പൊട്ടൻഷ്യൽ. ഷോ ലീഡർഷിപ്പ് പൊട്ടൻഷ്യൽ. എപ്പോഴും ഒരു മാതൃകായോഗ്യമായ നേതൃ സ്വഭാവത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം നാം കാണിക്കുകയും ചെയ്യണം. ഉണ്ടായാൽ പോരാ, അത് നമ്മൾ പ്രകടിപ്പിക്കണം. ഗൈഡ് അതേഴ്സ്. മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടിടത്തത് നൽകുക. നമ്മുടെ തന്നെ സഹപ്രവർത്തകരിലെ ജൂനിയർ ആൾക്കാർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകേണ്ടിടത്തത് നൽകുക. അവരാഗ്രഹിക്കുമ്പോൾ അത് നൽകുക. ടീമിനെ സഹായിക്കുക, ടീം മെമ്പേഴ്സിനെ സഹായിക്കുക. ലീഡർഷിപ്പ് ക്വാളിറ്റി ഡിസ്പ്ലേ ചെയ്യുക, മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കണം. നമുക്കുണ്ടായാൽ ടേക്ക് ഓണർഷിപ്പ്. അതുപോലെ ബി കൗണ്ടബിൾ. ഉത്തരവാദിത്വം കാണിക്കണം. ഫോർ യുവർ വർക്ക്. നമ്മുടെ വർക്കിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയും അത് കാണിക്കുകയും ചെയ്യും. ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ബോത്ത് സക്സസ് ആൻഡ് ഫെയിലിയർ. നമ്മുടെ ഉത്തരവാദിത്വത്തിൽ എവിടെയെങ്കിലും പരാജയം ഉണ്ടായാൽ അത് നമ്മൾ ഏറ്റെടുക്കണം, വിജയവും നമ്മൾ ഏറ്റെടുക്കണം. ഡെമോൺസ്ട്രേറ്റ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. തീരുമാനം എടുക്കേണ്ടടുത്ത് തീരുമാനമെടുത്ത് കാണിക്കണം. മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. ഒരു വിവരപൂർണമായിട്ടുള്ള തീരുമാനം അതെടുത്ത് കാണിക്കുക. ദാറ്റ് ഷോ യു ക്യാൻ ഹാൻഡിൽ ഇൻക്രീസ്ഡ് റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ പൂർണ്ണമായി അല്ലെങ്കിൽ മെച്ചപ്പെട്ട രീതിയിൽ അത് ചെയ്യുന്നുണ്ട് എന്നത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുകയും അവർ കാണുകയും അവർ അനുഭവിക്കുകയും ചെയ്യും. ഗെയിൻ വിസിബിലിറ്റി. മറ്റുള്ളവർ കാണുന്ന രീതിയിൽ ചെയ്യേണ്ടത് കാണുന്ന രീതിയിൽ തന്നെ ചെയ്യണം. ഷോക്കേസ് യുവർ വർക്ക്. നമ്മുടെ വർക്ക് കാണിക്കേണ്ടടുത്തത് കാണിക്കണം. പിന്നെ പാർട്ടിസിപ്പേറ്റ് ഇൻ കമ്പനി ഇവന്റ്സ്. കമ്പനിയുമായി ബന്ധപ്പെട്ട, നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയുമായി ബന്ധപ്പെട്ട സ്ഥാപനവുമായി അതിലെത്തരം വിഷയങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, ആ പ്രോഗ്രാമുകളിലെല്ലാം മീറ്റിംഗ്സ്, വർക്ക്ഷോപ്പ്, സോഷ്യൽ ഇവന്റ്സ്, അതുമായി ബന്ധപ്പെട്ട പൊതുപരിപാടികൾ, ഇതിലെല്ലാം നമ്മൾ പങ്കെടുക്കണം. പ്രസന്റ് അറ്റ് മീറ്റിംഗ്. എല്ലാ മീറ്റിങ്ങുകളിലും നാം സാന്നിധ്യം ഉണ്ടാവുക. ഒരു സേവന ആവശ്യമുള്ളിടത്ത് സേവനം ചെയ്യാൻ സന്നദ്ധമാവും. 8, സീക്ക് ഫീഡ്ബാക്ക്. അഭിപ്രായങ്ങൾ ചോദിക്കുക. റിക്വസ്റ്റ് റെഗുലർ ഫീഡ്ബാക്ക്. സ്ഥിരമായിട്ട് എല്ലാവരോടും, സഹപ്രവർത്തകരോട്, ആസ്ക് യുവർ മാനേജർ. നമ്മുടെ മേലുള്ള മാനേജരോട് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, കാര്യമായ വിലയിരുത്തൽ ചോദിക്കുക. അതുപോലെ ഐഡന്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്. ഇനി മാറ്റം വരുത്തേണ്ട ഏരിയയെ കുറിച്ച് ചോദിക്കുക, അന്വേഷിക്കുക. ആക്ട് ഓൺ ഫീഡ്ബാക്ക്. ഇംപ്ലിമെന്റ് സജഷൻസ് ടു ഡെമോൺസ്ട്രേറ്റ് യുവർ വില്ലിംഗ്നെസ് ടു ഗ്രോ ആൻഡ് അഡാപ്റ്റ്. ഒരു സംഗതിയോട് വിധേയപ്പെടേണ്ടടുത്ത് വിധേയപ്പെടാനും വളരേണ്ടടുത്ത് വളരാനും നാം സന്നദ്ധരാണ് എന്നത് അറിയിക്കുകയും അതിനാവശ്യമായ മറ്റുള്ളവരോടുള്ള അഭിപ്രായം ചോദിക്കുകയും ചെയ്യുക. പെർഫോം സെൽഫ് അസസ്മെന്റ്. സ്വയം ഇടക്ക് വിലയിരുത്തുക. പീരിയോഡിക്കലി റിവ്യൂ യുവർ ഓൺ പെർഫോമൻസ് ആൻഡ് മേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ്. മാറ്റം വരുത്തേണ്ടടുത്ത് മാറ്റം വരുത്തുകയും സമയോചിതമായി സ്ഥിരമായി വിലയിരുത്തുക, സ്വയം വിലയിരുത്തുക. 9ാമത്തെ കാര്യം, ബി പേഷ്യന്റ് ആൻഡ് പെർസിസ്റ്റന്റ്. ഒരു ക്ഷമ കാണിക്കേണ്ടടുത്ത് ക്ഷമ കാണിക്കുക. അണ്ടർസ്റ്റാൻഡ് പ്രൊമോഷൻ സൈക്കിൾസ്. നമ്മൾ പുരോഗതി കാണേണ്ട, നമുക്ക് ഉയർച്ച കിട്ടേണ്ട അതിന്റെ ഉയർച്ചയുടെ ഘട്ടം എത്രയാണ്? ഒരു മാസത്തിലാണോ, വർഷത്തിലാണോ, ഏത് കാലാനുസൃതമായിട്ടാണ് നമുക്ക് ഉയർച്ച കിട്ടേണ്ടത്? അതിന്റെ ആ ഒരു പ്രൊമോഷൻ സൈക്കിൾസ്, അതിന്റെ ഒരു ഘടന ഉണ്ടാകും. അത് കാലാവധിയുടെ ഘടന മനസ്സിലാക്കുക. എങ്ങനെയാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടേണ്ടത് എന്നത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ പ്രശ്നം പലപ്പോഴും ഉണ്ടാകും. സ്റ്റേ പോസിറ്റീവ്. എപ്പോഴും പോസിറ്റീവായി നിലനിൽക്കുക. ഈവൻ ഇഫ് പാസ്ഡ് ഓവർ ഫോർ എ പ്രൊമോഷൻ, മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് കീപ് സ്ട്രൈവിംഗ് ഫോർ എക്സലൻസ്. പുരോഗതി കിട്ടിയാലും അതോടെ ഇനിയെല്ലാം നേടി എന്ന് ചിന്തിക്കാതെ അപ്പോഴും നല്ല മികവ് പുലർത്തുക. 10, മെയിൻറ്റെയിൻ പ്രൊഫഷണലിസം. ഒരു ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണലിസം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ബി റെസ്പെക്ട്ഫുൾ. എല്ലാവരോടും ബഹുമാനപൂർവ്വം പെരുമാറുക. സഹപ്രവർത്തകരോടും കീഴിലുള്ളവരോടും മുതിർന്നവരോടൊക്കെ ബഹുമാനത്തോടെ പെരുമാറുക. സ്റ്റേ ലോയൽ. എപ്പോഴും നമ്മൾ
ഒരു ഡിസ്പ്ലേ കമ്മിറ്റ്മെന്റ്, ഒരു ഉത്തരവാദിത്തം കാണിക്കുക, നല്ല ബന്ധം കാണിക്കുക, കമ്പനിയുടെ ലക്ഷ്യവും അതിന്റെ മൂല്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എപ്പോഴും സദാ സന്നദ്ധമായിരിക്കുക. ഡ്രസ് അപ്രോപ്രിയേറ്റ്ലി, കൃത്യമായി അനുയോജ്യമായ ഡ്രസ്സ് ധരിക്കുക, നമ്മുടെ ആ ജോലിക്ക് അനുയോജ്യമായ ഡ്രസ്സ് ധരിക്കുക, കമ്പനിയുടെ ഡ്രസ് കോഡ് പാലിക്കുക, യൂണിഫോം ഉണ്ടെങ്കിൽ അത് പാലിക്കുക. 11, പ്രിപ്പയർ ഫോർ ദ പ്രൊമോഷൻ ഡിസ്കഷൻ. ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ആവശ്യമാകുമ്പോൾ അതിനുവേണ്ടി തയ്യാറാകുക. ബിൽഡ് യുവർ കേസ്. നിങ്ങളുടെ ആ സമയത്തെ പ്രശ്നങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഡോക്യുമെന്റ് യുവർ അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങൾ. അതായത് ഒരു പ്രൊമോഷന് വേണ്ടി മറ്റൊരാളോട് സംസാരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ നേട്ടം, പ്രൊജക്ട്, നിങ്ങൾ ചെയ്ത പ്രൊജക്ട്, ആൻഡ് എനി അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് യു ഹാവ് ടേക്ക് ഓൺ, നിങ്ങൾ എടുത്ത പ്രധാന ഉത്തരവാദിത്തങ്ങൾ, അത്തരം സംഗതികളൊക്കെ ഡോക്യുമെന്റഡ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അത് ഉണർത്തിയിട്ടാണ് പ്രൊമോഷൻ ആവശ്യപ്പെടേണ്ടത്. വെറുതെ പ്രൊമോഷന് വേണ്ടി പറഞ്ഞ് ശല്യം ചെയ്യുക. ഷെഡ്യൂൾ എ മീറ്റിംഗ്. അതുപോലെ അത്തരം ഒരു വിഷയം പറയണമെന്നുണ്ടെങ്കിൽ തോന്നിയെടുത്തൊന്നും പറയരുത്. പിന്നെ നേരത്തെ തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് സമയം ചോദിച്ച് അതിൽ പറയണം, ഇങ്ങനെയൊക്കെ ഉണ്ട്, എനിക്കൊരു പ്രൊമോഷൻ, ഇന്ന കാരണം കൊണ്ട് എനിക്ക് പ്രൊമോഷൻ. അതിന് ആദ്യം നല്ല ബന്ധം ഉണ്ടാകണം. മേൽപ്പറയപ്പെട്ട കാര്യങ്ങൾ ശരിയാലാണ് ഇത് എളുപ്പമാകുക. ഹൈലൈറ്റ് യുവർ വാല്യൂ, നമ്മുടെ മൂല്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. എന്നിട്ട് ആ മൂല്യങ്ങളൊക്കെ അത് ഉണർത്തുന്നതും അത് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതൊക്കെ നല്ലതാണ്. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് സന്തോഷകരമായ നല്ല ഒരു ചെയ്യുന്ന ജോലിയിൽ ഉയർച്ചകൾ നേടാൻ പറ്റും, ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റും. എല്ലാവർക്കും സന്തോഷകരമായ നല്ല ജീവിത രീതികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.